ഹലോ എല്ലാവർക്കും മലയാളി മേക്ക് ഓവറിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അമേസിങ് DIY ആണ്, ഒരു സൂപ്പർ DIY ആണ്. എന്തിനുള്ളതാണെങ്കിൽ നമ്മുടെ മുഖമൊക്കെ വെളുത്ത് തുടുക്കുക, കണ്ണാടി പോലെ തിളങ്ങാൻ എന്തായാലും നിങ്ങൾ ഉപയോഗിച്ചിരിക്കേണ്ട ഒരു DIY ആണ്. വലുതായിട്ടൊന്നുമില്ല, നമ്മുടെ കിച്ചണിൽ നിന്ന് തന്നെ കിട്ടുന്ന കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് തന്നെ ഉണ്ടാക്കാവുന്ന ഒരു ഫെയർനെസ് ക്രീമാണ്. ഒരാഴ്ചയോളം വരെ നമുക്കിത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. അതിൽ കൂടുതലൊന്നും പറ്റില്ല, ആഴ്ചയിൽ 3 തവണ ഉപയോഗിക്കാം. വളരെ നല്ല മാറ്റം നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാകും. അപ്പോൾ അതൊക്കെ പറയണതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാൻ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. കൂടെ വരുന്ന കുഞ്ഞു ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പം ഞാൻ പുതുതായിട്ടിടുന്ന വീഡിയോസ് ഇനി വീഡിയോയിലോട്ട് പോണതിന് മുന്നേ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനോടൊപ്പം തന്നെ വരുന്ന കുഞ്ഞു ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഭാവിയിലിടുന്ന ഇനി പുതുതായിട്ടിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾക്ക് അത് ആദ്യം തന്നെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ DIY എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. നിങ്ങൾ ഈ സാധനം കണ്ടോ, ഈ സംഭവം കണ്ടോ, ഇത് എന്താണെന്ന് മനസ്സിലായോ? ഇതെന്ന് പറയുന്നത് നമ്മുടെ റൈസ് പൗഡറാണ്, ബോയിൽ ചെയ്ത് വെച്ച റൈസ് പൗഡറാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാന്നുള്ള വീഡിയോ അതാ വരുന്നുണ്ട്, ഇതാ കണ്ടോളൂ കേട്ടോ. അപ്പോൾ നമ്മളിവിടെ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. 1/2 ഗ്ലാസ് വെള്ളമാണ് ഒരു പാത്രത്തിൽ തിളപ്പിക്കാൻ വെച്ചിരിക്കുന്നത്. ഇത് തിളച്ച് കഴിഞ്ഞാൽ തിള വന്ന് തുടങ്ങിയ 2 ടേബിൾ സ്പൂൺ ഒരുവിധം വലിയ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതാ കണ്ട, ചെറുതായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ 2 വലിയ ടേബിൾ സ്പൂൺ റൈസ് പൗഡർ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ല പോലെ ഇളക്കിക്കൊണ്ടിരിക്കണം. കട്ടില്ലാതെ പേസ്റ്റ് രൂപത്തിൽ നമുക്കിത് ഇളക്കിയെടുക്കണം. ഇനി 1 ടീസ്പൂൺ കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ 2 വലിയ ടേബിൾ സ്പൂൺ റൈസ് പൗഡർ മതി കേട്ടോ. അത് തന്നെ ചിലപ്പോൾ കൂടുതലായിരിക്കും. ഇനി ഇത് നമ്മൾ നല്ല പോലെ ഇളക്കി കൊടുക്കുക, കട്ടയൊന്നും ഇല്ലാണ്ട് നല്ലപോലെ പേസ്റ്റ് പോലെ ഇളക്കിയെടുക്കുക. എന്നാലും നമുക്ക് ഫേസിൽ ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ തിളച്ച് വരുമ്പോൾ വെന്ത് വരുമ്പോൾ ഒരു 3 വലിയ ടേബിൾ സ്പൂണോളൊക്കെ ഉണ്ടാകും. അത്രയും ആവശ്യമില്ല, നമുക്ക് ഒരു വട്ടം ഫേസിൽ അപ്ലൈ ചെയ്യാൻ അത്രയും എമൗണ്ട് ആവശ്യമില്ല. പിന്നെ നമുക്കിത് ഒരാഴ്ചയോളം വരെ ഫ്രിഡ്ജിൽ നമുക്ക് സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ DIY തയ്യാറാക്കാം. അതിനായിട്ട് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് കണ്ട ബീട്രൂട്ട് ജ്യൂസ് ആണ്. ഞാനിവിടെ കുറച്ച് ബീട്രൂട്ട് ജ്യൂസ് എടുത്തിട്ടുണ്ട്. വലിയ 2 ടേബിൾ സ്പൂൺ ബീട്രൂട്ട് ജ്യൂസ് എടുത്തിട്ടുണ്ട്. ഒരു ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തപ്പോൾ കിട്ടിയതാണ് കേട്ടോ. ഇനി അടുത്തതെന്ന് പറയുന്നത് ഒരു ലെമൺ എടുത്തിട്ടുണ്ട്, ഹാഫ് ലെമൺ എടുത്തിട്ടുണ്ട്. ലെമൺ ജ്യൂസ്, പിന്നെ റോസ് വാട്ടർ, പിന്നെ അലോവേര ജെൽ. ഇതൊക്കെയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ വേവിച്ച് വെച്ച റൈസ് പൗഡർ ഇതിലേക്ക് ആഡ് ചെയ്യാണ്. റൈസിൻ്റെ പേസ്റ്റാണ്, റൈസ് പൗഡറിൻ്റെ പേസ്റ്റാണ്. ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്യാൻ പോവാം ബീട്രൂട്ട് ജ്യൂസിലേക്ക് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് വെന്ത് വന്നപ്പോൾ 3 വലിയ ടേബിൾ സ്പൂൺ ഉണ്ട് കേട്ടോ. ഞാൻ ഒരാഴ്ചത്തേക്കുള്ള ക്രീമാണ് ഉണ്ടാക്കുന്നത്. ഒരാഴ്ചയിൽ 3 തവണ നമുക്കിത് യൂസ് ചെയ്യാം. ഓക്കെ.
അപ്പോൾ നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫെയർനെസ് ക്രീം ഒന്ന് അപ്ലൈ ചെയ്യാം ഫേസിൽ. അപ്പോൾ ഞാൻ മുടിയൊക്കെ നല്ലപോലെ കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി എന്ത് DIY അപ്ലൈ ചെയ്യുമ്പോഴും നമ്മൾ ഇതുപോലൊരു എന്താ പറയുക, ഒരു ടവൽ, ഒരു കോട്ടൺ ടവൽ കരുതുന്നത് നല്ലതായിരിക്കും. നമുക്കിങ്ങനെ വെറുതെ ഇങ്ങനെ വെക്കാനാണ്. അപ്പോൾ DIY ചെയ്യുമ്പോൾ അതിൻ്റെ കറയൊക്കെ നമ്മുടെ ഡ്രസ്സും ആകാതെ ഈ ഇതുമ്മേ ആകുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് അപ്ലൈ ചെയ്യാം. ഇതാ കണ്ടോ, ഇതിൽ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് റൈസ് പൗഡറാണ്. റൈസ് പൗഡർ അറിയാം നിങ്ങൾക്ക്, അതിൻ്റെ ഗുണങ്ങളൊക്കെ വളരെ നല്ലതാണ്. സ്കിൻ റെജുനേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഒരു ഗ്ലോ തരാൻ. നമ്മുടെ ക്രീം ഒരു ജെൽ കൺസിസ്റ്റൻസിയാണ്, ജെൽ മാതിരിയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്കിത് അപ്ലൈ ചെയ്യാം കേട്ടോ. ഇതിൽ ബീട്രൂട്ട് എന്ന് പറയുന്നതിൻ്റെ ഗുണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബീട്രൂട്ട് പോഴ്സൊക്കെ നല്ലപോലെ റിഡ്യൂസ് ചെയ്യും, നല്ലൊരു ഫെയർനെസ് തരും, നല്ലൊരു ഗ്ലോവിങ് ഫ്ലോലെസ് ആയിട്ടുള്ളൊരു സ്കിൻ തരും. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ ആക്നിയൊക്കെ വന്നു പോയിട്ടുള്ള സ്പോട്ട്സ് ഒക്കെ ഉണ്ടല്ലോ, അത് നല്ലപോലെ കറക്റ്റ് ചെയ്യും. അപ്പോൾ നമുക്കിത് അപ്ലൈ ചെയ്യാം. നമ്മൾ ഏതൊരു DIY ഫേസിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിലും, ഫെയർനെസ് ക്രീം ആയാലും എന്തായാലും നമ്മൾ ഫേസിന് മുകളിലേക്ക് വേണം മസാജ് ചെയ്തിട്ട് ഇങ്ങനെ വേണം അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. അതിന് ഫേസ് മൊത്തം അപ്ലൈ ചെയ്യട്ടെ കേട്ടോ. ഇതുണ്ടല്ലോ, ഇത് നമുക്ക് ഒരാഴ്ചയോളം വരെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം, ഒരു കേടും വരില്ല. എന്നിട്ട് നമുക്ക് 20 മിനിറ്റ്സ് ഇത് ഫേസിൽ ഫേസ് പാക്ക് മാതിരി അപ്ലൈ ചെയ്ത് കൊടുക്കുക ഈ ക്രീം. ഒരു 20 മിനിറ്റ്സ് അപ്ലൈ ചെയ്തിട്ട് അതിന് ശേഷം നമുക്ക് വാഷ് ചെയ്ത് കളയാം കേട്ടോ. ഇതിൽ പിന്നെ അലോവേര ജെല്ലുണ്ട്, അതിൻ്റെ ഗുണങ്ങളൊക്കെ പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല, അറിയായിരിക്കും. നല്ലപോലെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യും. പിന്നെ എന്താ ആഡ് ചെയ്തിരിക്കുന്നത്, ലെമൺ ജ്യൂസ് ആഡ് ചെയ്തിട്ടുണ്ട്. ലെമൺ ജ്യൂസ് എന്ന് പറയുന്നത് ഡെഡ് സെൽസ് ഒക്കെ റിമൂവ് ചെയ്ത് സ്കിന്നിനൊരു ഗ്ലോ നൽകും, സ്പോട്ട്സ് ഒക്കെ കറക്റ്റ് ചെയ്യും. നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് റോസ് വാട്ടറാണ്. റോസ് വാട്ടറും അതുപോലെ തന്നെ വളരെ നല്ലതാണ് സ്കിൻ ഗ്ലോ ചെയ്യാനും സ്കിൻ്റെ ഫെയർനെസ്സിനും. ആക്നി വരാതിരിക്കാനും ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ. ഇരിക്കുമ്പോൾ നമ്മൾ സംസാരിക്കാൻ പാടില്ല. ഇതിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ സംസാരിക്കാൻ പാടില്ല. ഇത് ഉണങ്ങ 20 മിനിറ്റ്സ് നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പം അതിന് മുന്നേ ഞാൻ എല്ലാം പറഞ്ഞ് കഴിക്കുകയാണ്. എന്നിട്ട് 20 മിനിറ്റ്സ് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് വാഷ് ചെയ്ത് കളയാം. ആഴ്ചയിൽ 3 വട്ടം ഉപയോഗിക്കാം കേട്ടോ. വളരെ നല്ല മാറ്റം എന്തായാലും കിട്ടും. അപ്പോൾ ഞാൻ ഫേസ് നല്ല പോലെ വാഷ് ചെയ്തു. നല്ലൊരു ഗ്ലോ കിട്ടും ഫേസിന്. ആഴ്ചയിലൊരു 3 ദിവസം മാത്രം ഉപയോഗിച്ചാൽ മതിയാകും. അതിൽ കൂടുതൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഉപയോഗിച്ചോളൂ, ദിവസം ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമുണ്ടാവില്ല. ആഴ്ചയിൽ 3 ദിവസം ഉപയോഗിച്ചാലും കുഴപ്പമില്ല. 20 മിനിറ്റ്സ് കേട്ടോ, നല്ലൊരു മാറ്റം ഉണ്ടായിരിക്കും. ഞാൻ ടവൽ വെച്ച് തുടച്ചിട്ടൊന്നുമില്ല, ഫേസ് എയർ ഡ്രൈ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എല്ലായ്പ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ വരുന്ന ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. പിന്നെ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവരും നല്ല ഹാപ്പി ഹെൽത്തി ആയിട്ടിരിക്കുക. ബൈ.